കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരവും സന്തോഷകരവുമായ നിമിഷങ്ങളാണിത്. കാരണം 210 വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായിരിക്കുന്നു. ഇന്നാണ് 210 വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായിരിക്കുന്നത്. സർക്കാർ ദുരന്ത ബാധിതർക്ക് വേണ്ടി 410 വീടുകളാണ് ഇവിടെ ടൗൺഷിപ്പിൽ നിർമ്മിക്കാൻ പോകുന്നത്. ആ ടൗൺഷിപ്പിൽ നിർമ്മിക്കാൻ പോകുന്ന എല്ലാ വീടുകളുടെയും 5 സോണുകളിലായി നിർമ്മിക്കുന്ന എല്ലാ വീടുകളുടെയും പ്രവർത്തനം ഒരേ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 2000-ലേറെ തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി രാവും പകലുമില്ലാതെ ഈ തണുപ്പത്ത്, അതായത് വയനാട്ടിൽ തണുപ്പിന്റെ കാലമാണ്, ആ തണുപ്പത്ത് എത്രയും പെട്ടെന്ന് ദുരന്ത ബാധിതർക്കുള്ള വീടുകൾ തയ്യാറാക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും അതുപോലെ തന്നെ അതിന്റെ പ്രവൃത്തികൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിൻഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയിൽ 300ഓളം കുടുംബങ്ങളെ കോൺഗ്രസ് തെരുവിലിറക്കുന്ന അതേ സാഹചര്യത്തിലാണ് ഇവിടെ 210 വീടുകൾ ഉയരുന്നതും 410 വീടുകൾക്കുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഒരേ സമയം നടക്കുന്നതും എന്നുള്ളത് തന്നെയാണ് കാര്യം. മാത്രമല്ല, മറ്റൊരു കെടുതി കൂടി കോൺഗ്രസ് ഇവിടെയുള്ള കേരളത്തിലെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നു. അവിടെ ജീവനുള്ള 300 പേരെയാണ് തെരുവിലേക്ക് ഇറക്കിയതെങ്കിൽ ഇവിടെ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ട കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന രീതിയിൽ അവരുടെ പേരിൽ ഫണ്ട് പിരിച്ച് ആ ഫണ്ട് എവിടെയെന്ന് പറയാനാവാത്ത രീതിയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം, ടി സിദ്ദിഖ് MLA അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ രണ്ട് കോൺഗ്രസ് നേതൃത്വവും കർണാടകയിലെയും കേരളത്തിലെയും കോൺഗ്രസ് നേതൃത്വം തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. മറ്റൊരു സന്തോഷകരമായ വാർത്ത കൂടിയുണ്ട് വിനിഷ. ഇവിടെ ഒരുപാട് ആളുകൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൽഷൻ എസ്റ്റേറ്റിലാണ്. എൽഷൻ എസ്റ്റേറ്റിൽ 210 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതായത് കോൺക്രീറ്റ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 291 വീടുകളുടെ പില്ലറുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സ്ലാബിംഗ് പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലും പ്ലംബിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ, മറ്റ് റോഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഈ സമയത്ത് പോലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇവിടേക്ക് ഈ ടൗൺഷിപ്പിന്റെ പ്രവർത്തനം നേരിട്ട് കാണാനായി ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഞങ്ങളുടെ കൂടെ അവരൊക്കെ തന്നെയുണ്ട്. ഞങ്ങൾ ഇവിടേക്ക് കയറി വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ടൗൺഷിപ്പ് നോക്കിക്കാണുന്ന ഒരു സ്ഥിതിയാണ്. എന്താ സംഭവിച്ചത് എന്നറിയാതെയാണ് ഞങ്ങൾ ഇവരോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. ടൗൺഷിപ്പ് കണ്ടു എന്ന് തോന്നുന്നു അല്ലെ? ടൗൺഷിപ്പ് നടന്നു കണ്ടോ? കണ്ടു, ഞങ്ങൾ കണ്ടു. ഈ വീട് ഞങ്ങൾ കയറി കണ്ടു. വളരെ സന്തോഷമായി. കാരണം ഒരു വീട്ടമ്മയ്ക്ക് ഏറ്റവും എല്ലാ ഇപ്പം നല്ല അടുക്കള, അതുപോലെ ഡൈനിങ് ഹാള്, 2 ബെഡ്റൂം, എല്ലാം ഒരു ഒതുങ്ങിയ നല്ലൊരു വീട്. ഇത്രയും നല്ല ഈ ഒരു ചെറിയ പ്ലാനിൽ ഇത്രയും നല്ലൊരു വീട് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, അതിൽ കയറി താമസിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, ഇവിടെ താമസിക്കുന്ന ഓരോ വീട്ടമ്മമാരും ശരിക്കും ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. അവരെ അതെ, ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പ്ലാനാണ് ശരിക്കും വീടിൻ്റെ പ്ലാന്. ഇഷ്ടപ്പെടുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളിന്ന് കയറിയ ആളുകൾക്കൊക്കെ വളരെ സന്തോഷമായിട്ട് കണ്ടപ്പോൾ. ഞാൻ ജീജാദാസ്. ഞങ്ങൾ കോഴിക്കോട് നരിക്കുനിയിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. എല്ലാവരും നല്ല ഒരു എന്താണ് പറയാൻ കഴിയില്ല. ഇവിടെ പല ഊഹാപോഹങ്ങളും നമ്മൾ കേൾക്കിരുന്നു. പല രീതിയിലും ഒരു കുറ്റമറ്റമായുള്ള രീതിയിലല്ല ഇവിടുത്തെ വർക്കുകൾ പോകുന്നത് എന്നുള്ളതൊക്കെ കേൾക്കിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത്. ഒരു ദുരന്തം സംഭവിച്ച ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഇത്തരം നല്ല രീതിയിൽ ഒരു ഗവൺമെൻറ്റിനും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ആണ് ഇവിടെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. വീടായി കഴിഞ്ഞാലും ഏകദേശം എല്ലാ രൂപത്തിലും ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ വൃത്തിക്ക് കയറി താമസിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വീട് തന്നെയാണിത്. കണ്ടു. വളരെ സന്തോഷമുണ്ടോ. ഗവൺമെൻറ്റിൻ്റെ പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ സർക്കാർ. ഈ വീട് എല്ലാം ഒരുവിധം കണ്ടു. വളരെ സന്തോഷമായി. പ്രവർത്തിക്കാൻ വളരെ നന്നായി. ഊരാളുങ്കലാണ് ഇത് ഏറ്റെടുക്കുന്നത് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 കമ്പനിയാണ് ഏറ്റെടുത്തെന്നുള്ളതിൽ വളരെ വിശ്വാസമുണ്ട്. വിശ്വാസം മാത്രമല്ല, ഈ ചുരൽമല ദുരന്തത്തിൽ 2 ദിവസം വന്ന് ഞാൻ പണിയെടുത്തതെന്ന് വെച്ചാൽ സഹായിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇത് വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇത് എല്ലാ ജനങ്ങളും വന്ന് കാണണമെന്നാണ് എനിക്ക് പറയേണ്ടത്. പുറത്ത് പല മാധ്യമങ്ങളും അല്ലാത്ത പലതും പറഞ്ഞ് പരത്തുന്നുണ്ട്. പക്ഷേ നേരിൽ വന്നത് കണ്ടാൽ ഒരാളും പിന്നെ അത് പറയൂല. കാരണം വെച്ചാൽ സാധാരണക്കാരൻ ഒരു വ്യക്തിക്ക് ഇതിലും വലിയൊരു എന്താ പറയുക ഒരു വീട് അല്ലേ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൗഭാഗ്യമാണത്. അപ്പോൾ എല്ലാവരും ഇത് വന്ന് കണ്ട് ഈ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകം ഞെട്ടിയൊരു ദുരന്തമായിരുന്നു മുണ്ടിക്കൈ ഉണ്ടായിരുന്നു, വയനാട് ദുരന്തം. അതിന് നമ്മൾ അതിജീവിക്കും എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറയുകയുണ്ടായി. ഈ പാവപ്പെട്ടവരെയും ഇതുപോലെ കഷ്ടപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഈ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണ്. അത് എങ്ങനെയാണെങ്കിലും അത് ചെയ്യും. അത് പറഞ്ഞത് ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. നമ്മൾ കുറേയെല്ലാം കണ്ടു.
ഈ ഭാഗമൊക്കെ കണ്ടു. വാർത്തകൾ കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്ന് അല്ലല്ല വാർത്തകൾ കേട്ടിട്ടൊന്നല്ല. കാണണം. ഇതൊരു നിമിത്തം ഞങ്ങൾ ഇവിടെ എത്തിയത് അത് കാണണമെന്ന് വിചാരിച്ച് അപ്പോഴാണ് ഇവിടെ വരുന്നത്. എടാ എന്താ പറയാനുള്ളത് ഇതിനെ? വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും പോയോ? ഈ പോയി ഞങ്ങളവിടെ ഇപ്പോൾ ദുരന്തം നടന്ന സ്ഥലത്ത് സന്ദർശിച്ചിട്ടാണ്. മലപ്പുറാണോ? വളാഞ്ചേരി ഇരുമ്പുളി പഞ്ചായത്തിലാണ്. എന്ത് പറയുന്നു കണ്ടിട്ട്? വളരെയധികം സന്തോഷം തോന്നി. ഈ പറഞ്ഞതുപോലെ ഞാനും ഈ ദുരന്തം നടന്ന സമയത്ത് വളണ്ടിയറായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ അവിടെ ഞങ്ങൾ ദുരന്ത സ്ഥലത്ത് പോയി. വളരെയധികം സങ്കടകരമായ കാര്യമാണ് അവിടെ ചെല്ലുമ്പോൾ. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയത്. വളരെയേറെ കുപ്രചരണങ്ങളാണ് ഇതിനെതിരെ നടക്കുന്നതല്ലോ. അപ്പോൾ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇത്രയും സ്മൂത്തായിട്ടും ഇത്രയും സ്പീഡിലും ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. വിനിഷ, മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നുള്ള ആളുകളാണ്. സന്ദർഭവശാൽ എത്തിപ്പെട്ടതാണ്. ഞങ്ങളിവിടെ എത്തി വരുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകളെ കണ്ടിട്ട് ചോദിച്ചതാണ്. എന്തായാലും അവർ സാക്ഷ്യപ്പെടുത്തുന്നത് അവർക്ക് സന്തോഷമായി. അത്രയേറെ അടച്ചുറപ്പുള്ള സുരക്ഷിതത്വമുള്ള ഏറ്റവും ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളുമുള്ള, വിനിഷ തന്നെ നേരത്തെ കണ്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും അത്രയും ഏറെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത ഒരു സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ്, അതിൽ അവരെല്ലാം തന്നെ നേരിട്ട് കണ്ട എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. വിനിഷ, നമുക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ദുരന്തബാധിതരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് 210ാമത്തെ വീടിന്റെ കോൺക്രീറ്റ് ഇന്ന് പൂർത്തിയാവുന്നു എന്നുള്ളത്.